ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ ഒരു വിശേഷം കേട്ടാലോ? നമ്മുടെ ഭൂമിജയുടെയും അതുപോലെ തന്നെ നമ്മുടെ അജയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന നമ്മുടെ അച്യുതൻ ആകെ ഒന്ന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോണോ, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ മകളെ നഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അച്യുതൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അംബികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അംബിക കുറച്ച് 1-2 ദിവസമായിട്ട് നമ്മുടെ അച്യുതനെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊക്കെയോ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം. അപ്പോൾ അംബിക അടുത്ത് നിന്നിട്ട് ചോദിക്കും, അല്ല അച്ചുവേട്ടാ എന്ത് പറ്റി? അവിടെ നമ്മുടെ സൗഭാഗ്യപുരത്ത് പോയി വന്നതിൽ പിന്നെ അച്ചുവേട്ടന് ആകെ ഒരു ബുദ്ധിമുട്ട്, എന്താണെങ്കിലും പറയുക. അപ്പോൾ ഇങ്ങനെ അച്ഛൻ ആലോചിച്ച് നിൽക്കും. അപ്പോൾ പറയും, അതെ എല്ലാം കൂടെ ഒരുമിച്ച് ഈ തലച്ചോറിലിട്ട് പൊട്ടിക്കണോ ഇങ്ങനെ, എന്താണെങ്കിലും എന്നോട് പറയുമെന്ന് പറയും. അപ്പോൾ അച്യുത ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പറയും, 22 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള അതായത് നമ്മുടെ ഭൂമിയെ ചോദിച്ച് അവളുടെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു അച്യുതൻ്റെ ചോദ്യം. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അംബിക പറഞ്ഞു, ഇതെന്താ ഇപ്പം ഇങ്ങനെ, എന്തിനാ നമ്മൾ ആ 22 വർഷം മുന്നേയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ ഒരിക്കൽ പോലും ഒന്ന് ആലോചിക്കാൻ പോലും ശ്രമിക്കാത്ത കാര്യമാണ് അച്ചുവേട്ടാ. എന്തിനാ ഇപ്പോൾ ഇങ്ങനെ അതൊക്കെ ആലോചിച്ച് ആവശ്യമില്ലാണ്ട് ടെൻഷനൊക്കെ വരുത്തി വെക്കണത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അംബിക അച്യുതനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അച്യുതൻ പറയും, അതല്ല അംബികയെ, നമ്മളെപ്പോഴും അതായത് ഇവിടെ നിൽക്കുന്നിടത്തോളം നമ്മളെ മോളെ നമുക്ക് നഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു വേവലാതി എൻ്റെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്താ ഇത് എന്നുള്ളത്, എനിക്കറിയില്ല എന്ന് പറയാം. എന്നിട്ട് പിന്നീട് അവരതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് നിൽക്കണതും നമ്മുടെ ഭൂമി കയറി വരണം കേട്ടോ. ഭൂമി കയറി വന്നിട്ട് ചോദിക്കും, ആഹാ എന്താ ഞാനും കൂടെ അറിയാത്തൊരു രഹസ്യം പറിച്ചില്ലേ രണ്ടുപേർക്കും? ഒന്നുമില്ല, എന്തോ ഉണ്ട് എന്ന് പറയും. അപ്പോഴേക്ക് അച്യുതൻ പറയും, ഒന്നുമില്ലടി മോളെ. എന്നിട്ട് ഭൂമി പിന്നെ ആ വിഷയമൊക്കെ മാറ്റിയിട്ട് പറയാം, അതെ അച്ഛാ എനിക്ക് എന്തോ ഒരു വലിയ അസുഖമുണ്ട്. എന്തസുഖമാടി മോളേന്ന് അച്യുതൻ ചോദിക്കും. അപ്പോൾ പറയാം, അതെ ഈ ഇടയായിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് എൻ്റെ മനസ്സ് കുറേ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല. നീ എന്ത് സ്വപ്നം കണ്ടേ? അതെ നമ്മൾ സൗഭാഗ്യപുരത്ത് പോയപ്പോൾ നമ്മുടെ സത്യസാറിൻ്റെ ആ വൈഫും മോളെയും വർഷങ്ങൾക്ക് മുമ്പ് കാണാണ്ടായില്ലേ, അത് ഞാൻ സ്വപ്നം കണ്ടു. ഇങ്ങനെ ആ അമ്മ ആ കുഞ്ഞിൻ്റെ പിറകെ ഇങ്ങനെ ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആമീന്ന് അങ്ങനത്തെ ഒരു പേരാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റല്ല. അപ്പോൾ അങ്ങനെ ആ പേര് വിളിച്ച് ഇങ്ങനെ അമ്മ ആ കുഞ്ഞിൻ്റെ പിറകെ, കുഞ്ഞ് 2-2.5 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പുറകെ ഇങ്ങനെ ഓടുന്ന ഒരു സ്വപ്നം എന്നൊക്കെ പറയട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അച്യുതന് മനസ്സിലാവുന്നത്, ഈ സത്യദാസിൻ്റെ മകളാണ് ഈ നമുക്ക് ഭവാനി തന്ന നമ്മുടെ ഭൂമി എന്നുള്ളത് മനസ്സിലാവേണ്ട കേട്ടോ. അച്യുതന് ആകെ ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഭൂമി, ഞാൻ എന്നാൽ പുറത്ത് പോയിട്ട് വരാം, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് വണ്ടി എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ അച്യുതൻ പറയാം, മോളെ നിൻ്റെ ആ കഴുത്തിൽ കിടക്കണ മാല ഇങ്ങ് തന്നേ. എന്തിനാ? അപ്പോൾ പറയാം, അത് എൻ്റെ ഒരു കൂട്ടുകാരനെ ഇതുപോലത്തെ തന്നെ അവൻ്റെ മകൾക്ക് പണിയണമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഏത് കൂട്ടുകാരനാ? എന്നാലും ഭൂമി അപ്പം തന്നെ ഊരി കൊടുക്കാൻ കേട്ടോ. എൻ്റെ ഭൂമി പോവാണ്. അപ്പം അച്യുതൻ ആ മാല എടുത്തിട്ട് കയ്യിലെടുത്ത് വെച്ചിട്ട് പറയും, ഈ മാല എൻ്റെ മോളുടെ കഴുത്തി കിടക്കുന്നിടത്തോളം അവളുടെ ആയുസ്സിന് ഭംഗം വരും എന്നുള്ള ചിന്തയാണ്. എന്ന് വെച്ചാൽ അത് വെച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സൗഭാഗ്യപുരത്തെ കുട്ടിയാണ് ഭൂമി എന്നുള്ളത് അറിയില്ലേ. അപ്പോൾ അതൊക്കെ ആക്കി അച്യുതന് ഭയങ്കര വിഷമമാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൗഭാഗ്യപുരം, നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ മാധവനും സംഗീതയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ സംഗീത അമ്മയെ നിർബന്ധിക്കണം, അമ്മ എന്തിനാണ് ഈ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നത്? സംഗീത എനിക്കിപ്പോൾ വേണ്ടാന്നല്ലേ പറഞ്ഞതെന്ന് അമ്മ പറയും. അപ്പോഴത്തേക്ക് മാധവൻ പറയാം, എനിക്കറിയാം അമ്മയുടെ വിഷമം എന്താണെന്ന്, അഞ്ജനയെക്കുറിച്ച് ഓർത്തിട്ടല്ലേ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ അമ്മ, പിന്നെ അവൾ ഡൽഹിയിലും മറ്റുമൊക്കെ പഠിച്ച് വളർന്നതിൻ്റെ ഒരു ഇതായിരിക്കാം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൗഭാഗ്യമ്മ പറയാം, ഓഹോ സംഗീതയെ ഒരു കാര്യം ചെയ്യും, ഒരു 5000 രൂപ എടുത്ത് ഈ മാധവൻ്റെ കയ്യിലും കൊടുത്തേ, എന്നിട്ടേ നീ പോയി കുടിച്ചോളാൻ പറയും. കാരണം കുടിക്കണവരെ നല്ല രീതിക്ക് നീ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അല്ലമ്മേ ഞാനത് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ദേ സംഗീതേ, ഏവൻ ആവശ്യമുള്ള എന്താണെന്ന്
വെച്ചാൽ വേവിച്ച് പിറക്കി കൊടുക്കുക, അത് കഴിക്കാൻ അങ്ങോട്ട്, നീ മാറിപ്പോയേ എൻ്റെ മുമ്പിൽ നിന്നും പറഞ്ഞ് സൗഭാഗ്യമ്മയുടെ മൈൻഡൊന്നും ഓക്കെ അല്ല, അതുകൊണ്ടൊന്ന് ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം മാധവനൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സംഗീതയും മാധവനും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാധവൻ്റെ ഫോണിലെ മൊബൈലിലോട്ടൊരു കോള് വരണേ. അപ്പം ആ ക്ഷേത്രത്തിൽ നിന്ന് പൂജാരി വിളിക്കുകയാണ്. അപ്പോൾ സൗഭാഗ്യമ്മ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. മാധവൻ സാറല്ലേ, സൗഭാഗ്യമ്മ ഉണ്ടോ, ഒന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിക്കുക. അങ്ങനെ ഫോൺ കൊടുക്കുമ്പോഴത്തേക്ക് സൗഭാഗ്യമ്മയുടെ പറയും, ഞാൻ ഇന്ന തിരുമേനിയാണ്, എന്താ തിരുമേനി പറയൂ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ, അതെ അവിടുത്തെ കൊച്ചുമോളുണ്ടല്ലോ അഞ്ജന, ഇവിടെ അമ്പലത്തിൽ 25 വലം പ്രദക്ഷിണം വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോൾ കയ്യിൽ കർപ്പൂരം കത്തിക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ സൗഭാഗ്യമ്മ ചോദിക്കും, അപ്പം മാധവി അവിടെ ഇല്ല, ഭവാനി അവിടെ ഇല്ലേന്ന് ചോദിക്കും. ഭവാനി കൂടെ പോയിട്ടുണ്ടല്ലോ. അപ്പം ഭവാനി അവിടെ അടുത്തുണ്ട്, പക്ഷേ ആ മേഡം പറഞ്ഞിട്ടൊന്നും ആ കുട്ടി കേൾക്കുന്നില്ല, അമ്മ ഒന്ന് ഇതുവരെ ഇങ്ങോട്ട് വരാവോ എന്ന് ഇങ്ങനെ തിരുമേനി ചോദിക്കുകയാണ്. ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ അതിന് മുന്നേ തന്നെ സംഗീത പറഞ്ഞായിരുന്നു, അതായത് അഞ്ജനേനെയും ഭവാനീനെയും വിളിച്ച് അമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അവരെ വിളിക്കാൻ പറയുമ്പോഴാണ് അവിടുത്തെ സർവൻറ്റ് വന്ന് പറയണത് അവരവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷമാണ് മാധവൻ്റെ മൊബൈലിലോട്ട് കോള് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പൂജാരിയാണ് വിളിച്ചത്. അങ്ങനെ അവരെല്ലാവരും കൂടെ നേരെ അമ്പലത്തിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അമ്പലത്തിലോട്ട് ചെല്ലപ്പം നമ്മുടെ ഭവാനി ഭയങ്കര ഇതായിട്ട് അമ്പലത്തിൽ അവിടെ നിൽക്കണേ മാറി. അപ്പോൾ ഇവരെ കണ്ടത് ഓടി വരെയാണ്. ഓടി വന്നിട്ട്, അമ്മേ അഞ്ജന ഇപ്പം തന്നെ തളർന്നു അമ്മേ, അവൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ട്, മുത്തശ്ശി എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്, ഇന്നലെ ചെയ്ത തെറ്റ് ഓർത്തിട്ട് അവൾക്ക് അവളുടെ ജീവൻ തന്നെ വെടിയണം എന്നുള്ള രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് അമ്മ ചെയ്യണത്, ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അമ്മ, ഇനി എന്താ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അഞ്ജന എന്തേ എന്ന് ചോദിച്ചിട്ട് ചെല്ലുമ്പോഴേക്കും അജയും ഉണ്ട്, മാധവനുണ്ട്, സംഗീതയുണ്ട്, മുത്തശ്ശിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചെല്ലും. അപ്പോൾ അജയ് മോനെ നീയും വാന്നും പറഞ്ഞുകൊണ്ട് നടയിലോട്ട് ചെല്ലുകയാണ്, ക്ഷേത്ര നടയിലോട്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ അഞ്ജന കയ്യിൽ കർപ്പൂരം കത്തിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അജയ് ഓടി ചെന്ന് ആ കർപ്പൂരം അങ്ങ് കയ്യിൽ നിന്ന് തട്ടിക്കളയാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കും, മോളെ നീ എന്തൊക്കെയായി കാണിക്കണേ? അപ്പോഴേക്കും പിന്നെ പെർഫോമൻസ് എന്ന് വെച്ചാൽ അഞ്ജനയുടെ തകർപ്പൻ ആക്ടിങ് ആണ്. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ മുത്തശ്ശിയാണ്. ഞാൻ അച്ഛനില്ലാതെ വളർന്ന ഒരു കുട്ടിയാണ്. എന്നെ വളർത്തി എനിക്ക് എല്ലാ ലാളനവും സ്നേഹവും ഒക്കെ തന്നത് എൻ്റെ മുത്തശ്ശിയാണ്. ആ മുത്തശ്ശിയോട് ഞാൻ ഇന്നലെ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്ന് പറയാം. അപ്പം മോളെ നീ ഇന്നലെ എന്തിനാ അതൊക്കെ ചെയ്തതെന്നിങ്ങനെ ചോദിക്കും സംഗീത. അപ്പോൾ നമ്മുടെ അഞ്ജന പറയും, ഇന്നലെ പൂജ നടക്കുന്ന സമയത്ത് തീരാറായപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശി. അപ്പോൾ അവർ ശല്യം ആകണ്ടെന്ന് കരുതിയിട്ട് അവർ റൂമിലിരിക്കുകയായിരുന്നു. പക്ഷേ അവർ കുറച്ച് നേരം മദ്യം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് കോൾ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചതാണ്. ഞാൻ ഇന്ന് വരെ ഡൽഹിയിലാണ് പഠിച്ചെങ്കിലും ഇതിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല മുത്തശ്ശി. ഞാൻ അപ്പോഴത്തെ ആ ഒരു ടെൻഷനും കാര്യവും കൊണ്ട് ഞാനും കുടിച്ചു പോയി, അതാണ് എനിക്ക് അങ്ങനെ പറ്റിപ്പോയത്. മുത്തശ്ശി എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ആക്ടിങ്. അപ്പോൾ സൗഭാഗ്യമ്മ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉടൻ ഭവാനി പറയും, അഞ്ജനയ്ക്ക് അജയ് എന്ന് വെച്ചാൽ ജീവനാണ്, അവനെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്നും ഓർക്കാൻ കൂടി അവൾക്ക് പറ്റില്ല. ഉടൻ അഞ്ജനയുടെ ഡയലോഗ്, അതെ എനിക്ക് അജയ് ഇല്ലാണ്ട് ഒരു ജീവിതമില്ല മുത്തശ്ശി, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അജയുടെ ഒപ്പമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അജയുടെ മനസ്സിൽ പഴയ അജയുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ വരും കേട്ടോ. പുള്ളിയുടെ ലവ് അഫെയറും ആ ആളുമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പറയുന്നുണ്ട്, ഭവാനി പറയുന്നുണ്ട്, അതുകൊണ്ട് അവൾ അത് ഇനി നടക്കില്ലേ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു ടെൻഷൻ കാരണം ഇങ്ങനെ ചെയ്യുന്ന അമ്മ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശി പറയും, എൻ്റെ മോളെ ഇന്നലെ മുത്തശ്ശി ഇതൊന്നും അറിയാണ്ട് നിന്നോട് ഒരു ദേഷ്യവും സങ്കടവും കാണിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. സത്യാവസ്ഥ എന്താണെന്ന് മുത്തശ്ശി അറിഞ്ഞില്ലല്ലോ മോളെ, അതുകൊണ്ടാന്ന് പറയാം. പിന്നെ അജയുടെ കാര്യം ഞാൻ അങ്ങനെ വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ല, നിൻ്റെ അജയുടെയും കാര്യം അതെന്തായാലും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അജയിനെ വിളിക്കുകയാണ്. എന്നിട്ട് അജയുടെ കൈയും അഞ്ജനയുടെ കൈയും ആ ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് മുത്തശ്ശി. നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടെ തന്നെയാണ് മുത്തശ്ശി അതൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ അഞ്ജനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുത്തശ്ശി പറയുന്നു. അങ്ങനെ ഭവാനി പെട്ടെന്ന് തന്നെ വാ മോളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കാരണം കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം നല്ല പൊള്ളിയിരിക്കുക കേട്ടോ അഞ്ജനയുടെ കൈ.
അങ്ങനെ അവരവിടെ നിന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും ഭവാനി കുറച്ച് പൈസ എടുത്തിട്ട് അവിടുത്തെ ആ തിരുമേനിക്ക് കൊടുക്കുകയാണ്. കാരണം പറഞ്ഞതനുസരിച്ചിട്ടാണ് തിരുമേനി ഈ നമ്മുടെ മാധവനെ ഫോൺ ചെയ്തതും മുത്തശ്ശീനെയൊക്കെ ഈ അമ്പലത്തിലോട്ട് വരുത്തിച്ചതും. എന്നിട്ട് കറക്റ്റ് സ്പോട്ട് ടൈമിൽ ആ കർപ്പൂരം കത്തിച്ചു. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് നമ്മുടെ ഭവാനി അഞ്ജനയുടെ അടുത്ത് പറയും, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? അപ്പോൾ അഞ്ജന ചോദിക്കും, എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തകർപ്പല്ലേ, നീ ഇപ്പം തന്നെ പൂനെയിലേക്ക് വിട്ടോ, കാരണം ഫിലിമിൽ അഭിനയിക്കാനുള്ള എല്ലാ ഇതും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവ് നിനക്കുണ്ടല്ലേ മോളെ എന്ന് പറയാം. അപ്പോഴേക്കും അഞ്ജന ചിരിക്കാനായിട്ടോ. എന്നിട്ട് പറയും, ഡോക്ടർ ഭവാനി ഇനി കൈ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ? പിന്നെ അല്ലാണ്ടെന്ന് പറഞ്ഞിട്ട് ആ കയ്യിലെ മാസ്ക് എടുത്ത് മാറ്റാൻ പറയും. അപ്പോഴേക്കും വേറൊരു കട്ടിയുള്ള എന്തോ ഒരു സ്കിന്ന് പോലെ തോന്നിക്കുന്ന ഒരു സംഭവം അഞ്ജനയുടെ കയ്യിൽ ഒട്ടിച്ചിട്ടാണ് ഇവർ ഈ കർപ്പൂരമൊക്കെ കത്തിച്ചത് കേട്ടോ. അതൊക്കെ ഒരു ഭയങ്കര ട്രിക്കായിട്ട് ചെയ്തതാണ്. കാരണം മുത്തശ്ശിയെ വീഴ്ത്തണ്ടേ. കാരണം ഈ മുത്തശ്ശിയെ ഇത്രയും പടുക്കളവിനെ വീഴ്ത്താൻ പറ്റിയെങ്കിൽ ആ പടുക്കളവി പഠിപ്പിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നമ്മുടെ സംഗീതയും മാധവന്. പിന്നെ അവരെയൊക്കെ വെട്ടിലാക്കാൻ എന്തായാലും നിഷ്പ്രയാസം നമുക്ക് സാധിക്കുമെന്ന് ഭവാനി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അഞ്ജന പറയുന്നുണ്ട്, എന്തായാലും അജയ്ക്ക് അവൻ്റെ പോലീസ് മൈൻഡ് എന്തായാലും അന്നേരം പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് അവൻ കണ്ടുപിടിച്ചില്ല. അപ്പം ഭവാനി പറയുന്നുണ്ട്, അതെ അവൻ ആ സമയത്ത് വേറെന്തോ ചിന്തയിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തതെന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഭൂമി ഒരു ട്രസ്റ്റിൻ്റെ ഇതിൽ അച്ഛന് ചികിത്സയ്ക്ക് വേണ്ടുന്ന സഹായത്തിൻ്റെ അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ അവർ ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും അനുസരിച്ച് ഭൂമിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭൂമി ചെന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛന് എന്താണ് ശരിക്കും അസുഖം എന്നുള്ളതൊക്കെ ചോദിക്കുക. എന്നിട്ട് അവർ പറയും, ഞങ്ങളൊരു എൻക്വയറി നടത്തിയതിൽ ഭൂമിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കച്ചവടമുള്ള ഒരു കടയുണ്ട്, അപ്പോൾ നമുക്ക് ഈ ഫണ്ട് അങ്ങനെ അനുവദിച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം അയാൾക്കായിട്ട് എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ഫണ്ട് ഇവിടെ നിന്ന് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എഴുതി വന്നിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, എനിക്കൊരു ടീ ഷോപ്പ് ഉണ്ടെങ്കിലും അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഒന്നുമല്ല. അച്ഛന് ഏകദേശം 10-13 ലക്ഷം രൂപയോളം ചിലവ് വരും. എനിക്ക് വേറൊരു നിവൃത്തിയില്ല സാർ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം അച്ഛനില്ലാത്തൊരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സാറെന്ന് പറയും. പക്ഷേ അവർ ഹെൽപ്ലെസ് ആണ്. കാരണം വെച്ചാൽ അവർക്ക് എൻക്വയറി നടത്തി ഒട്ടും ഗതിയില്ല എന്ന് വന്നാൽ മാത്രമേ അങ്ങനെ ഒരു ചാരിറ്റിയിൽ നിന്ന് ഒരു ഫണ്ട് അങ്ങനെ ഒരാൾക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. അവരവരുടെ റൂൾസ് അനുസരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഭൂമി അവിടെ ഇരുന്ന് കരയാണ്. കാരണം വെച്ചാൽ ഒന്നും ഒരു വഴിയെ ചെന്നിട്ടും തുറക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് ഭയങ്കര സങ്കടമായിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി അവിടെ ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ചെന്ന പാടെ തന്നെ ചോദിക്കണം, നിങ്ങളെ വീട്ടിൽ എത്ര വോട്ടുണ്ട്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യണത് എന്നൊക്കെ ഉള്ളു. അപ്പോൾ ഭൂമി പറഞ്ഞ്, അങ്ങനെ വോട്ട് ചെയ്യണത് നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലല്ലോ സാറെന്ന് പറഞ്ഞപ്പോൾ, എന്നാലേ നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു സഹായവും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭൂമിക്ക് വന്ന് ഭൂമി അയാളുടെ അടുത്ത് അങ്ങോട്ട് എതിർത്തൊക്കെ സംസാരിച്ച് ആകെ വിഷപ്പിച്ചേക്കാം. അപ്പോൾ ആ ഏകദേശം നാളെ വരുന്ന സീനിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നാളത്തേൽ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഭൂമി അച്യുതനെയും കൊണ്ട് ഇവിടെ സംസാരിക്കുക എന്തോ ചെയ്തുകൊണ്ട് അത് നടക്കാൻ എന്തോ പോകുമ്പോൾ പെട്ടെന്ന് ചുമയൊക്കെ വന്നിട്ട് വയ്യാതാവുന്നുണ്ട്. അങ്ങനെ ഭൂമി ആശുപത്രിയിൽ അച്യുതനെയും കൊണ്ട് പോകുന്നുണ്ട്. ആ സ്ഥലത്ത് നമ്മുടെ ഭവാനി ഏൽപ്പിച്ച ആ ഒരു ഗുണ്ട ഉണ്ടല്ലോ, അയാൾ അച്യുതനെ കൊല്ലാൻ വേണ്ടി കത്തിയൊക്കെ ആയിട്ട് വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയിൽ ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളാണ് വരാനിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ താങ്ക് യു, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറയുന്നു. ബൈ ബൈ.